അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്താനുള്ള ഇന്നത്തെ തിരച്ചിൽ പൂർത്തിയായി. നാവികസേനയും ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മത്സ്യത്തൊഴിലാളികളുമാണ് മുങ്ങിത്തെരഞ്ഞത്. അർജുന്റെ ലോറിയിൽ തടികെട്ടാൻ ഉപയോഗിച്ച കയർ കണ്ടെത്തി. പക്ഷേ ഇന്ന് ലഭിച്ച ലോഹഭാഗവും തന്റെ ലോറിയുടേതല്ലെന്ന് ഉടമ മനാഫ് പറഞ്ഞു. അല്ല, നമ്മളെ ലോറിന്റേതല്ല ഇതൊന്നും. ഇതിന്റെ ഉള്ളിൽ എത്ര ലോറി ഉണ്ടെന്ന് അറിയില്ല. ഇപ്പൊ ഏകദേശം ഒരു 10-25-30 സാധനങ്ങൾ വന്നു കഴിഞ്ഞ്. അതൊക്കെ ഓരോ ലോറിന്റെ ഓരോരോ ചെറിയ ചെറിയ പാർട്സുകളാ, ഭാഗങ്ങളാ. അതായത് ആ ലോറി എന്തായാലും ചിതറിക്കണ്. ആ ചിതറിയതാണ് കാണുന്നത്. ഇതുവരെ ഇപ്പൊ ഇന്നിപ്പോ വലിയൊരു കയറ് വലിച്ചു കയറ്റി ഈശ്വർ മാൽപ്പ. ആ കയറ് നമ്മളതാണ്. ബാക്കിയുള്ള ഇപ്പം കേറിക്കൊണ്ടിരിക്കണ ഇന്നിപ്പോ ഒരു 10-15 ടൈപ്പ് പാർട്സുകൾ വന്ന് ഒന്നും നമ്മളതല്ല. ഒന്നും ഒരു ഐഡിയ ഇല്ല. എത്ര വാഹനം ഇതിന്റെ ഉള്ളിൽ ഉണ്ടെന്ന് പോലും ഐഡിയ ഇല്ല. പക്ഷെ ഈ സാധനങ്ങളൊക്കെ എങ്ങോട്ടോ ഇവർ കൊണ്ടുപോകുന്നുണ്ട്. ഇവരതിനെ അലക്ഷ്യമായിട്ടാണ് ഇടുന്നത്. എനിക്ക് ഇവിടുത്തെ ആളുകളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെങ്കിൽ അത് ഉപകാരപ്പെടും. ഷഫീഖ് നസ്രുള്ള കൂടുതൽ വിവരങ്ങൾ നൽകും. ഷഫീഖ, ഇന്നത്തെ തിരച്ചിലിന്റെ ഒരു സമഗ്ര ചിത്രം എങ്ങനെയായിരുന്നു? ഒപ്പം തന്നെ ഇന്ന് കണ്ടെത്തിയ ഈ ലോഹഭാഗങ്ങളും തന്റെ ലോറിയുടേതല്ലെന്ന് സ്ഥിരീകരിക്കുകയാണോ ഉടമ മനാഫ്? ഇന്ന് ഉച്ചയോടുകൂടി നാവികസേന ഒരു ലോഹഭാഗം കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ അല്പസമയം മുൻപ് ഈശ്വർ മാൽപ്പയും ഒരു ലോഹഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് കണ്ടെത്തിയ ലോഹഭാഗങ്ങളൊന്നും തന്റെ ലോറിയുടെ ലോഹഭാഗങ്ങളല്ല, അതിന്റെ ഭാഗങ്ങളല്ല എന്നാണ് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചത്. എന്നാൽ ഇന്ന് ആ ഭാഗത്ത് അടിഞ്ഞുകൂടിയിരുന്ന മരക്കഷ്ണങ്ങൾ വലിച്ച് കരയിലേക്ക് കയറ്റിയിരുന്നു. അതിന്റെ കൂടെ ഒരു കയർ കൂടി കരയിലേക്ക് കയറിയിരുന്നു. ആ കയറ് തന്റെ ലോറിയിൽ മരത്തടികൾ കെട്ടാൻ വേണ്ടി ഉപയോഗിച്ച കയറാണ് എന്ന് മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ ലോഹഭാഗങ്ങൾ ലഭിക്കുന്നത് ടാങ്കർ ലോറിയുടേതാണ്. ടാങ്കർ ലോറി കൂടുതൽ അപകടപ്പെടുത്തിയിരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇതിലൂടെ കണക്ക് കൂട്ടുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴ ഈ ശിരൂർ ഭാഗത്ത് പെയ്തിരുന്നു. ഈ ശക്തമായ മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെളിഞ്ഞ ഒരു വെള്ളമായിരുന്നു ഈ ഗംഗവാലി പുഴയിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് കലങ്ങി മറിഞ്ഞ ഒരു വെള്ളമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ അകഭാഗത്ത് പുഴയുടെ അടിത്തട്ടിൽ കാഴ്ച തീരെയില്ല, വിസിബിലിറ്റി ഇല്ല എന്നാണ് മുങ്ങൽ വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗത്തുള്ള കാഴ്ചകളില്ലാത്തത് കൊണ്ട് വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇന്ന് വൈകുന്നേരമാവുമ്പോഴും തെളിഞ്ഞ വെള്ളം ആയിട്ടില്ല, കലങ്ങി മറിഞ്ഞ വെള്ളം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അത് ഈ തെരച്ചിലിന് ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു വസ്തുക്കളൊന്നും തന്നെ കിട്ടുന്നില്ല എന്നൊരു പ്രശ്നവും നിലനിൽക്കുന്നു. ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് കിട്ടുന്നത്. കഴിഞ്ഞ ദിവസവും ഒരു കയർ കിട്ടിയിരുന്നു. ഈ ലോറിയിൽ തടിക്കഷ്ണങ്ങൾ കെട്ടാൻ ഉപയോഗിച്ച കയർ, ഇന്നും അതിന് സമാനമായ സ്വഭാവത്തിൽ കയർ ലഭിച്ചിരുന്നു. കൂടുതൽ ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ആ ഭാഗത്ത് മരക്കഷ്ണങ്ങളുണ്ട്, അതോടൊപ്പം മണ്ണടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഈ മരക്കഷ്ണങ്ങൾ വലിച്ച് കയറ്റുക എന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തുന്നത്. 4 മുങ്ങൽ വിദഗ്ധരാണ് ഉള്ളത്. ആ മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ അടിഭാഗത്തേക്ക് അടിത്തട്ടിൽ എത്തി ഈ മരക്കഷ്ണങ്ങൾക്ക് റോപ്പിട്ടതിനു ശേഷം ക്രെയിൻ ഉപയോഗിച്ച് വലിച്ച് പുറത്തേക്ക് എടുക്കുകയാണ്. അങ്ങനെ 3 ക്രെയിനുകളാണ് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും നടത്തിയത് ഇതിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മരം പുറത്തെടുക്കുക എന്നതാണ്. ഈ മരം പുറത്തെടുത്താലും പിന്നീട് മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ ഈ ലോറി എവിടെയാണ് എന്ന് സംബന്ധിച്ചൊരു അന്വേഷണം സാധ്യമാവുകയുള്ളൂ, അതിലേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പോൾ മണ്ണ് നീക്കം ചെയ്യലും വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. മണ്ണ് നീക്കം ചെയ്യുന്നതിന് ഡ്രഡ്ജർ തിങ്കളാഴ്ച എത്തും എന്നായിരുന്നു നേരത്തെ കാർവാർ MLA സൂചിപ്പിച്ചതെങ്കിലും ഇപ്പോൾ 5 ദിവസമെങ്കിലും എടുത്താൽ മാത്രമേ ഇവിടെ ഡ്രഡ്ജർ എത്തൂ എന്നാണ് അതുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ വിശദീകരണം. അവർക്ക് ഇവിടെ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് 5 ദിവസം വേണം. 5 ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഡ്രഡ്ജർ എത്തൂ എന്നൊരു വിശദീകരണമാണ് ഇപ്പോൾ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾ നൽകുന്നത്. അതോടൊപ്പം തന്നെ 10 ദിവസമെങ്കിലും എടുത്ത് ജോലി ചെയ്താൽ മാത്രമേ അതിലുള്ള മണ്ണ് നീക്കം പൂർത്തിയാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ അർജുന്റെ ലോറി കണ്ടെത്താനുള്ള ഈ തെരച്ചിൽ അതിന്റെ ദൗത്യം പിന്നീട് നീണ്ടുപോകും എന്നൊരു
സൂചന തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടത്തിയ തെരച്ചിലിൽ വലിയ മനുഷ്യസാധ്യമാവുന്ന സ്വഭാവത്തിലുള്ള തെരച്ചിലുകൾ നടക്കുന്നുണ്ട്. മുങ്ങൽ വിദഗ്ധർ പൂർണ്ണമായും മുങ്ങുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുന്നത് ചില കാര്യങ്ങൾ മാത്രമാണ്. ഷഫീഖ്, ഏതായാലും ഇന്നത്തെ തെരച്ചിൽ പൂർത്തിയായിട്ടുണ്ട്. നാളെ ഏത് രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? നാളെ തെരച്ചിൽ പുനരാരംഭിക്കുന്നുണ്ടോ? എങ്ങനെയാണ് നാളത്തെ ക്രമീകരണങ്ങൾ? ഇന്നിന് സമാനമായ സ്വഭാവത്തിലുള്ള തെരച്ചിൽ തന്നെ നാളെയും നടക്കും. നാവികസേനയും അതുപോലെ തന്നെ ഈശ്വർ മൽപ്പയുടെ സംഘവും ഇന്ന് തെരച്ചിൽ നടത്തിയിരുന്നു. 9:30-10 മണിയോടുകൂടിയാണ് അത്തരത്തിൽ ഒരു തെരച്ചിൽ ആരംഭിക്കുന്നത്. ആ സമയത്ത് നാളെയും തെരച്ചിൽ നടക്കും. തെരച്ചിലിൽ പ്രധാനമായും ഈ പുഴയുടെ അടിത്തട്ടിലുള്ള മരം മുകളിലേക്ക് വലിച്ചു കയറ്റുക എന്ന പ്രവൃത്തിക്കായിരിക്കും കൂടുതൽ മുൻഗണന നൽകുന്നത്. അതിനാവശ്യമായ ക്രെയിൻ സംവിധാനങ്ങളൊക്കെ കരയിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായും മരം അവിടെ നിന്ന് നീക്കം ചെയ്താൽ അതിന് അകത്ത് ഈ ഏതെങ്കിലും സ്വഭാവത്തിൽ ലോറിയുടെ ഭാഗങ്ങൾ ഉണ്ടോ എന്നതടക്കം 3 പേരെയും കണ്ടെത്താനുണ്ട്. ആ 3 പേരുടെ ഏതെങ്കിലും സ്വഭാവത്തിലുള്ള സാന്നിധ്യം അവിടെ നിന്ന് കാണാൻ കഴിയുമോ എന്നടക്കമുള്ള പരിശോധന നടത്തണം. ഈ കുന്നിന് മുകളിൽ നിരവധി മരങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ നിരവധി മരങ്ങൾ ഉൾപ്പെടെയാണ് മണ്ണിൽ ഒലിച്ച് ഈ നദിയിൽ പതിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ചെറിയ മരങ്ങൾ ധാരാളമായി ഈ നദിയിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെയൊക്കെ പറയാറുള്ള ആ ചായക്കടയുടെ പരിസരത്ത് വലിയൊരു ആൽമരമുണ്ടായിരുന്നു. ആ ആൽമരവും പൂർണ്ണമായും ഈ നദിയിൽ പതിച്ചിട്ടുണ്ട്. ഈ